ഇന്ന് നമ്മൾ കാണുന്ന വലിയ സാധനങ്ങളുടെയൊക്കെ പിന്നിലൊരു ചെറിയ കാലമോ ചെറിയ കാര്യമോ ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ നെറ്റ്ഫ്ലിക്സ് ആദ്യം DVD മെയിലിൽ അയക്കുന്ന ഒരു കമ്പനി ആയിരുന്നല്ലോ. മെയിലിൽ DVD അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ DVD വളരെ ചെറിയ കട്ടിയില്ലാത്ത ലൈറ്റായിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് ഈസി ആയിട്ട് അയക്കാം. അപ്പോൾ അന്ന് ഈ DVD മെയിലിൽ അയച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് നോ ലേറ്റ് ഫീ എന്നുള്ളതായിരുന്നു. നിങ്ങൾ സിനിമ 3 വട്ടം കണ്ടിട്ട് തന്നാലും മതി, ലേറ്റ് ഫീ ഉണ്ടാവില്ല എന്ന് പറയുന്ന DVD റെൻ്റലോ മറ്റായിരുന്നു നെറ്റ്ഫ്ലിക്സ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇതേപോലെ തന്നെയാണ് എനിക്ക് സൊമാറ്റോയുടെ സ്റ്റോറിയും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. മുംബൈയിലെ റെസ്റ്റോറൻറ്റുകളിൽ ഏതൊക്കെ മെനു കാർഡ് ഉണ്ട് എന്ന് സ്കാൻ ചെയ്ത് കയറ്റിയ ഒരു കാലം. അപ്പം ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുകയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളെ സ്വയം അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മോഡലാണ് മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓവറോൾ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വലിയ ഐഡിയകളുമായിട്ടാണ് പലരും നമ്മുടെ മുന്നിലൊക്കെ വരിക. അപ്പോൾ ഈ വലിയ ഐഡിയകളല്ല, ചെറിയ പ്രാക്ടിക്കലായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ബിസിനസ്സിലെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയൊരു ഐഡിയ ഒരാൾ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. എത്രയോ വലിയ നടക്കാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ചെറിയ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് 1 രൂപ ഉണ്ടാക്കുകയും ആ 1 രൂപ 1.5 രൂപയാക്കുകയും 2 രൂപയാക്കുകയും 10 രൂപയാക്കുകയും 1000 ആക്കുകയും അതിൽ പ്രോഫിറ്റ് കണ്ടെത്തുകയും ചെയ്തിട്ട് ആ മോഡലിനെ കാലം ആവശ്യപ്പെടുന്ന തരത്തിൽ സ്കെയിൽ ചെയ്യുന്നതിനെയാണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ്റെ ഏറ്റവും ബുദ്ധിയുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. വലിയ കാര്യങ്ങളിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും.